വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ബുക്ക് ഹോളാണ്. എൻ്റെ ബുക്ക് പർച്ചേസിംഗ് ആണ് വീഡിയോ ചെയ്യുന്നത്. ബ്ലോസം ബുക്ക് ഹൗസ്, ചർച്ച് സ്ട്രീറ്റിലുള്ള ബാംഗ്ലൂരിലുള്ള ഒരു ബുക്ക് ഷോപ്പിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് വീഡിയോ എന്ന് നോക്കാം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബാംഗ്ലൂരിലെ ബ്ലോസം ബുക്ക് ഹൗസിലെ ഒരു ബുക്ക് ഹോൾ എങ്ങനെയാണ് ചെയ്യാൻ, എൻ്റെ ബുക്ക് പർച്ചേസിങ് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളിവിടെ ഒരു ബിസിനസ് ട്രിപ്പായിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് ഈ ബ്ലോസം ബുക്ക് ഹൗസ് ഉള്ളത്. സോ ഞാൻ എങ്ങനെയാണ് ഞാൻ മേടിക്കുന്ന ബുക്കൊക്കെ എന്താണെന്നുള്ളത് അവസാനം പരിചയപ്പെടുത്താം. ഹലോ, ഇത് ഹിഡൻ പിക്ചേഴ്സ് ഞാൻ വായിച്ചതാണ്. നല്ല അടിപൊളി നോവലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ത്രില്ലർ വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇതൊരു നല്ല നോവൽ സജഷനാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ത്രില്ലറാണ്. എങ്ങനെയാണ് ഒരു കുഞ്ഞിനെയൊക്കെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ആ ചിത്രങ്ങളോടുകൂടി അപ്പോൾ അത് ഈ ബുക്കായിട്ട് വായിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതുണ്ടാവുക. ഫ്രെഡറിക് ബാക്ക്മാൻ്റെ എ മാൻ കോൾഡ് ഓവ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. ഇത് നല്ല അടിപൊളി നോവലാണ്. അപ്പോൾ ഈ ഫ്രെഡറിക് ബാക്ക്മാൻ്റെ ഒരു ഫാനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുതിയൊരു ബുക്കായിട്ടുള്ള മൈ ഫ്രണ്ട്സാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. എന്തായാലും ആളുടെ റൈറ്റിംഗ് സ്റ്റൈലൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയും ബുക്കുകളൊക്കെ എങ്ങനെ തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളൊരു ചിന്തയുണ്ട്. എന്നാലും ഇത് എടുക്കുകയാണ്. ഹലോ, ഇത് ദ കോർട്ടിസൺ ആൻഡ് മഹാത്മ ആൻഡ് ദ ഇറ്റാലിയൻ ബ്രാഹ്മൺ. ഇത് ഞാൻ മലയാളത്തിൽ ഖണ്ഡികയും മഹാത്മാഗാന്ധിയും എന്ന് പറഞ്ഞിട്ട് സ്റ്റോറി ടെല്ലിലാണ് ഇത് വായിച്ചത്. മനു എസ് പിള്ളയ്ക്ക് അവാർഡ് കിട്ടിയ നോവലാണിത്. ഞാനിത് വായിച്ചു. വളരെ നല്ല നോവലാണ്. നോൺ ഫിക്ഷൻ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് വളരെ ഒരു നല്ല റീഡിംഗ് ആണ്. ഇത് മദർ മേരി കംസ് ടു മീ എന്ന് പറഞ്ഞ അരുന്ധതി റോയുടെ നോൺ ഫിക്ഷൻ ബുക്കാണ്. ഒരു ആത്മകഥാംശമുള്ള ഒരു നോവലാണ്. പക്ഷേ ഇത് ഹാർഡ് ബൗണ്ടാണ്. അപ്പോൾ നമ്മളിത് ഫ്ലൈറ്റിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കാരണം നാട്ടിലെത്തിയിട്ട് നമുക്ക് മാതൃഭൂമി ബുക്സിൻ്റെയൊക്കെ മേള വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇത് ഇത്രയും ഹാർഡ് ബൗണ്ടായത് കൊണ്ടുവരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മേടിക്കാൻ ഇഷ്ടമുണ്ടെങ്കിലും അത് ഇവിടെ വെച്ചിട്ട് പോവുകയാണ്. ഫിക്ഷനാണ്, മൊത്തം ക്ലാസിക് ലിറ്ററേച്ചറാണ് ഇതിനകത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് എല്ലാ നോവൽസും നമുക്ക് എടുത്ത് വായിക്കാനായിട്ട് തോന്നും. ഇപ്പോൾ ജാക്ക് ലണ്ടൻ ആയാലും ടോൾസ്റ്റോയ്, ജോസഫ് കോൺറാഡ്, അങ്ങനെ എല്ലാവരുടെയും ക്ലാസിക് നോവലുകൾ നമുക്ക് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സെഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഞാനും പറഞ്ഞല്ലോ എനിക്ക് ക്ലാസിക് വായിക്കാൻ കുറച്ച് പുസ്തകങ്ങൾ വേണമെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്ത് കിടന്ന് തപ്പി നടക്കുന്നത്. ഇതിപ്പോൾ വേണ്ട, ഇത് ഓർഹാൻ പാമുക്കിൻ്റെ മൈ നെയിം ഈസ് റെഡ്. ഇതൊരു ത്രില്ലർ ബേസ്ഡ് ആയിട്ടൊരു ലിറ്ററേച്ചറാണ്. നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു നോവലാണ്. പിന്നെ ഇവിടെ ഒരുപാട് ഇപ്പോൾ വാർ ആൻഡ് പീസ്, ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ്, അങ്ങനെ എല്ലാം ക്ലാസിക്കൽ ബുക്കുകളാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നമ്മളിവിടെ ബാംഗ്ലൂർ വന്നിട്ട് തിരിച്ചു പോയിട്ട് കൊണ്ടുപോവുക എന്നുള്ളതൊരു വലിയൊരു ഒരു പ്രശ്നമാണ്. ഇത് കണ്ടോ, ഇത് പച്ചിങ്കോ എന്ന് പറഞ്ഞിട്ട് ഉള്ള നോവലാണ്. നമ്മളെ ദുൽഖർ സൽമാനൊക്കെ ഭയങ്കര വായിച്ചിട്ട് ഭയങ്കര ഫേമസ് ആയിട്ട് റീൽസിലൊക്കെ കണ്ട നോവൽ. ഇതെൻ്റെ TBR ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഞാൻ അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ വായിച്ച് നോക്കിയിട്ട് ഞാൻ എങ്ങനെയാണ് റിവ്യൂ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വീഡിയോയുടെ എൻഡിങ് ആയിട്ടുണ്ട്. ഞാൻ ബുക്ക് പ്രൈസ് ഇപ്രാവശ്യം നേടിയ ഫ്ലഷ്, ഡേവിഡ് സ്ലാസ്ലിയുടെ നോവലാണ് അവസാനമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി എടുത്തിട്ട് നമ്മുടെ ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. ഞാൻ അടുത്തൊരു ബുക്ക് ഹോളോ അല്ലെങ്കിൽ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.